ഇത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിടെ സ്വർണം കെട്ടതെന്ന് പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധം ഒരു പാരഡി ഗാനമായിട്ടിറക്കി അടിത്തട്ടിലൂടെ കള്ളപ്രചാരവേല നടത്തിയിട്ടുണ്ട്. അത് കുറെ പാരഡി പാട്ടുണ്ടാക്കിയല്ലോ. ശബരിമലയിൽ ഉണ്ടായ പ്രശ്നം, അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന് അറിയപ്പെടുന്ന സംഭവം, അത് വളരെ സൂക്ഷ്മമായിട്ട് ഈ ഗവൺമെൻറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഗവൺമെൻറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. എന്നാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിടെ സ്വർണം കെട്ടതെന്ന് പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധം ഒരു പാരഡി ഗാനമായിട്ടിറക്കി അടിത്തട്ടിലൂടെ കള്ളപ്രചാരവേല നടത്തിയിട്ടുണ്ട്. അത് കുറേ പേരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ഇന്നലെയും ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ വീടുകളിൽ പോയപ്പോൾ മനസ്സിലാക്കിയതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു മുൻ MLA കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, മുതിർന്ന കൊല്ലത്തെ നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് പാർട്ടി അത് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ ഇന്നലെ കൊല്ലത്തതിനെ കുറിച്ച് പ്രതികരിച്ചതാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ്. അവർ പറഞ്ഞത് എന്നെ വേണ്ട പോലെ അംഗീകരിച്ചിട്ടില്ല, എന്നെ അവഗണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ട് അടിയന്തരാവസ്ഥ കാലം മുതൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കൗൺസിലറോ പോലും ആയിട്ടില്ല, മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഇത് 3 തവണ. ഞാൻ ആദ്യമായിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് 2006-ലാണ് അഡ്വക്കേറ്റ് ഐഷ പൂറ്റി മത്സരിച്ചത്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം ഉള്ള അത്തരത്തിലുള്ള ഊഷ്മളമായ ബന്ധമാണ് തമ്മിലുള്ളത്. പക്ഷേ 3 തവണ MLA ആയ ഒരാൾ, 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാൾ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്നത് എത്ര ആത്മാർത്ഥതയില്ലാത്തൊരു പ്രസ്താവനയാണ്. എൻ്റെ ഒരു മുൻ സഹപ്രവർത്തകയെക്കുറിച്ച് ആത്മാർത്ഥതയില്ലാത്തവരെന്നൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് സങ്കടകരമാണ്. പക്ഷെ ഇങ്ങനെ പാർട്ടിയെക്കുറിച്ച് ഒരു കുറ്റാരോപണം നടത്തുന്നത് 10,000-കണക്കിന് പാർട്ടി സഹാക്കൾക്ക് കിട്ടാത്ത അംഗീകാരവും പ്രാധാന്യവും പദവികളും ലഭിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒരു ദയനീയ സ്ഥിതി ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. പാർട്ടിയിൽ വരുന്ന ആളുകളെ നല്ല തലത്തിൽ പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ച് കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും ഈ ഐഷ പോയിട്ട് സംഭവിച്ചിരിക്കുന്നത് വ്യക്തമാണ്. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വിസ്മയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിസ്മയം തുടക്കത്തിലെ പാളിപ്പോയി എന്നാണോ? കാരണം കേരള കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ കാര്യം, ഈ UDF-ന്റെ കണക്കുകൂട്ടലുകൾ ഈ വിഷയത്തിൽ പിഴച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, സീറ്റ് വർദ്ധിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്.